സുഹൃത്തുക്കളെ 10 മിനിറ്റ്സ് മൂവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2022 ഇറങ്ങിയ വേൾഡ് വൈഡ് സൂപ്പർ ഹിറ്റായ കാന്താര എന്ന മൂവിയാണ്. സ്റ്റാർട്ടിങ്ങിൽ 1847 കാണിക്കുന്നത്. അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സമ്പത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ സമാധാനം മാത്രമില്ല. രാത്രി കിടന്നാൽ ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ സമാധാനത്തിനായി കാട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഒരു കല്ല് കണ്ടു. ആ കല്ല് കണ്ടതും കൈയെടുത്ത് കുമ്പിട്ടു. അപ്പോൾ അവിടെ വസിക്കുന്ന ആദിവാസികളും ഉണ്ടായിരുന്നു. അപ്പോൾ രാജാവ് അവരോട്, നിങ്ങളുടെ ഈ പഞ്ചറുളി എന്ന ദൈവത്തെ എനിക്ക് തരണം എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെയുള്ള ഒരാളുടെ മേലെ ആ ദൈവം വന്ന്, ഞാൻ നിന്റെ കൂടെ വരാം, പകരം നീ എന്റെ ജനങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. രാജാവും സമ്മതിച്ചു. അതിനുശേഷം രാജാവ് നല്ല സമാധാനത്തോടെ ജീവിച്ചു. അതിനുശേഷം 1970 കാണിക്കുന്നത്. ഇവിടെ ഈ പയ്യൻ അവന്റെ പേരൻസിനോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഇപ്പോഴുള്ള ജന്മി നമ്മുടെ സ്ഥലങ്ങളൊക്കെ തിരിച്ചു ചോദിക്കുന്നു എന്ന്. ഈ പയ്യന്റെ അച്ഛനാണ് ആ ദൈവത്തിന്റെ വേഷം കെട്ടി ആടുന്ന ആൾ. ഇപ്പോഴത്തെ ഈ ജന്മി ആ പഞ്ചുരുളി ദൈവത്തോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് തന്നെ ഈ കൊടുത്ത സ്ഥലങ്ങളെല്ലാം തിരിച്ചു തരണമെന്ന് പറയുന്നു. പക്ഷെ പഞ്ചുരുളി പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ജന്മി പറഞ്ഞത്, ഈ പറയുന്നത് ശരിക്കും സാമിയാണോ അല്ലെങ്കിൽ നുണയാണോ എന്നൊക്കെ ചോദിച്ചു. ഇത് കേട്ടതും തീപ്പന്തം എടുത്ത് കാട്ടിലേക്ക് ഓടി കറങ്ങി മായമായിട്ട് മറഞ്ഞു. അദ്ദേഹത്തിന്റെ പയ്യനും പിന്നാലെ തന്നെ വന്നിരുന്നു. ഇവനാണ് ശിവ, നമ്മുടെ കഥാനായകനാണ്. ഈ സ്ഥലം ചോദിച്ച് ജന്മി രക്തം ഛർദ്ദിച്ച് മരിച്ചുപോയി. അതിനുശേഷം 1990 കാണിക്കുന്നത്. ഇവിടെ എന്തോ ഒരു മത്സരം നടക്കുകയാണ്. ഇതാണ് ആ അടുത്ത ജന്മി. പക്ഷെ ഇദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. നമ്മുടെ ഹീറോ ശിവ ഈ മത്സരത്തിൽ ജയിച്ച് ഒരു ബൈക്ക് സമാനമായിട്ട് കിട്ടി. ശേഷം അവിടുത്തെ ജനങ്ങൾ ചെറിയ മരക്കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കാട്ടിൽ നിന്നും വെട്ടിയെടുത്തിട്ട് കൊണ്ടുപോകണു. പക്ഷെ അവിടെ വന്നിരുന്ന ഫോറസ്റ്റ് ഓഫീസർ പെർമിഷൻ ഇല്ലാതെ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ആ ജനങ്ങളോട് പറഞ്ഞു. ശിവയും അവന്റെ കൂട്ടുകാരും പന്നിയെ വേട്ടയാടാൻ വേണ്ടി കാട്ടിലേക്ക് പോകുമ്പോൾ ഫോറസ്റ്റ് ഓഫീസറെ കണ്ടതും പെട്ടെന്ന് തോക്കും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് അതെന്താണെന്ന് നോക്കാൻ പോയി. ഫോറസ്റ്റ് ഓഫീസേഴ്സ് പെർമിഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ശിവ അതൊന്നും കൂട്ടാക്കാതെ എല്ലാരെയും പോകാൻ പറഞ്ഞു. ഫോറസ്റ്റ് ഓഫീസർക്ക് ഇവന്റെ മേലെ ഒരു കണ്ണുണ്ടായിരുന്നു. വേട്ടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശിവയുടെ കണ്ണിൽ ഒരു പന്നി പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ മറ്റാർക്കും ആ പന്നിയെ കാണുന്നില്ല. ശിവ അതിനെ ഷൂട്ട് ചെയ്തപ്പോൾ അത് ഓടിപ്പോയി. ഇവൻ എന്തോ വിയേർഡായിട്ട് തോന്നി. ശേഷം മുന്നോട്ട് പോകുന്നു. അപ്പോൾ വീണ്ടും വേറൊരു പന്നിയെ കൂടിക്കൊണ്ടു എല്ലാവരും ഷൂട്ട് ചെയ്യുന്നു. റൗണ്ട്സിന് വന്ന ഫോറസ്റ്റ് ഓഫീസേഴ്സ് എന്താണെന്ന് തിരിയുന്നു. വേട്ടയാടിയ ആ പന്നിയെയും എടുത്ത് ഇവൻ നേരെ കൊണ്ട് കൊടുക്കുന്നത് ആ ജന്മിയുടെ കയ്യിലാണ്. പകരം അദ്ദേഹം ഇവന് കുറച്ച് പൈസ കൊടുക്കും. ശിവ കടന്നുറങ്ങുമ്പോൾ അവൻ വേട്ടയാടാൻ പോയപ്പോൾ ആദ്യം കണ്ട ആ പന്നി അവന്റെ സ്വപ്നത്തിലേക്ക് വരുന്നു. അവനാണെങ്കിൽ പേടിച്ചുണരുന്നു. പിറ്റേ ദിവസം ആ ഓഫീസേഴ്സ് ഇദ്ദേഹത്തോട് വന്ന് പറയുന്നു, കാട്ടിൽ ഇന്നലെ വെടിയച്ചിയുടെ സൗണ്ട് കേട്ടിരുന്നു, ആരോ വേട്ടയാടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇവരുടെ കയ്യിൽ ഒരു ഗ്രീഡം പോലെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ശിവയുടെ അച്ഛൻ സാമിയാടുമ്പോൾ ആ തലയിൽ വെച്ചില്ലേ, ആ സാധനമാണിത്. ശേഷം അവിടെ വീണ്ടും ഒരു ഉത്സവം നടക്കുന്നു. കോല തിരുവിഴ എന്ന് പറയും. അവിടെ ഹീറോയിനിയും വന്നിട്ടുണ്ട്. ഹീറോയിന് പുറത്ത് പഠിക്കാൻ പോയിരുന്നതാണ്, ഇപ്പോഴാണ് വന്നത്. ഇവരുടെ പടക്കം പൊട്ടിക്കുന്ന ആ സൗണ്ട് കേട്ടിട്ട് ആ ഫോറസ്റ്റ് ഓഫീസറും അങ്ങോട്ട് വന്നിരുന്നു. അപ്പോൾ അവിടെ ഒരുത്തൻ പടക്കം പൊട്ടിക്കുന്നത് കണ്ടിട്ട് ഫോറസ്റ്റ് ഓഫീസർ ഇതൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ പടക്കത്തിനെയൊക്കെ വാങ്ങിക്കുന്നു. നമ്മുടെ നായകൻ അത് ചോദിക്കാൻ വരുന്നു. ഒടുവിൽ അവർ തമ്മിൽ ചെറിയൊരു വാക്കുവാദമുണ്ടായി. ജന്മിയും എല്ലാവരും വന്ന് ആ പ്രശ്നം ഒന്ന് സോൾവ് ആക്കി വിട്ടു. ഫോറസ്റ്റ് ഓഫീസർ അവിടെ നിന്ന് പോയി. ശേഷം ഉത്സവം നടക്കുന്നു. ഇവിടെ ആ കോല കെട്ടുന്നത്, അതായത് ആ ദൈവവേഷം ഇടുന്നത് ശിവയുടെ ഒരു ചേട്ടനാണ്, ഒരു കസിൻ. പിറ്റേ ദിവസം ലീലയും അവളുടെ അച്ഛനും ശിവയെ കാണാൻ വന്നു. ഇവൾ ട്രെയിനിങ് കഴിഞ്ഞു വന്നു. ഫോറസ്റ്റ് ഓഫീസിലെ ജോലിക്കായി മുതലാളിയോട് റെക്കമെൻഡ് ചെയ്യാനായിട്ട് ശിവയോട് പറഞ്ഞു. അവനും അവരെ കൂട്ടിയിട്ട് മുതലാളിയുടെ അടുത്തേക്ക് പോയിട്ട് കാര്യം പറഞ്ഞു. അദ്ദേഹവും ഓക്കെ ശരിയാക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഇവൾക്ക് ജോലിയൊക്കെ കിട്ടി. ആദ്യ ദിവസം ഇവന്റെ വണ്ടിയിലാണ് കൊണ്ടുവിടുന്നത്. അവിടെ ഫോറസ്റ്റ് ഓഫീസറും ഗവൺമെന്റ് ഒഫീഷ്യൽസും ഒക്കെ ഉണ്ട്. അതായത് കാടിനെ ആക്രമിച്ച് ജീവിക്കുന്ന ആ ജനങ്ങളെ അവിടെ നിന്നും ഒഴിവാക്കലാണ് അവരുടെ പ്ലാന്. ലീല ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ജോയിൻ ചെയ്യുന്നു. ലീല ആ നാട്ടുകാരി ആയതുകൊണ്ടാണ് എന്തോ അവളോട് ഈ ഫോറസ്റ്റ് ഓഫീസർക്ക് എന്തോ ദേഷ്യം പോലെ ഇവളെ നൈറ്റ് ഡ്യൂട്ടിയിലേക്ക് ഇടാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഇവന്റെ പോത്തിനെ കുളത്തിൽ കുളിപ്പിക്കുന്നു. അപ്പോൾ ആ ഫോറസ്റ്റുകാരെല്ലാവരും അവരുടെ ആ നാട്ടിലേക്ക് വരുന്നു. കൂടെ ആ ലീല എന്ന പെൺകുട്ടിയും ഉണ്ട്. ഫോറസ്റ്റ് ഓഫീസർ ആ ജനങ്ങളോട് പറയുന്നു, ആക്രമിക്കപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് സർവേ എടുക്കണം, അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം എന്ന് പറയുന്നു. ഫോറസ്റ്റുകാരെല്ലാവരും അവിടെ അളക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ലീല അളക്കുമ്പോൾ അവളുടെ അച്ഛൻ അവളോട് പറയുന്നു, ഇങ്ങനെയുള്ള ജോലി നമുക്ക് വേണ്ട എന്ന്. പക്ഷെ അവളാണെങ്കിൽ വിഷമത്തോടെ എനിക്ക് എന്റെ ജോലി ചെയ്യണം എന്ന് പറയുന്നു. ജനങ്ങളൊക്കെ ഫോറസ്റ്റ് ഓഫീസുകാരെ തടയുന്നു. അവിടെ ചെറിയതായിട്ട് അടിയും പിടിയൊക്കെ ആവുന്നു. ശിവ ഇതറിഞ്ഞ് അങ്ങോട്ടേക്ക് ഓടി വന്ന് അവരുടെ ആൾക്കാരെ എല്ലാവരെയും അടിക്കുന്നു. ഒടുവിൽ അവരെല്ലാവരും നമ്മുടെ നായകനെ കെട്ടിയിടുന്നു. എന്നിട്ട് അവർ അവരുടെ ജോലി ചെയ്യുന്നു. ശേഷം ലീല ഡ്യൂട്ടി കഴിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് വരുന്നു. എല്ലാവരും അവളെ ഒരു മാതിരിയായിട്ട് നോക്കുന്നു. ശിവ അവളുടെ മേലെ ദേഷ്യത്തിലായിരുന്നു. ശേഷം ആ ജന്മിയുടെ വീട്ടിൽ വക്കീല നാട്ടുകാരുടെയൊക്കെ ഡോക്യുമെന്റ് പരിശോധിക്കുന്നു. അപ്പോൾ അതിലൊരുത്തൻ മുതലാളിയുടെ വീട്ടിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ ആ വീട്ടിലെ ജോലിക്കാരൻ അവനെ തല്ലി. ഇത് കണ്ടതും ശിവയ്ക്ക് ദേഷ്യം വന്നിട്ട് അവനെ നല്ല അടിയടിച്ചു. പക്ഷെ അതിന് മുതലാളി ഒന്നും പറഞ്ഞില്ല. മുതലാളി ശിവയ്ക്കാണ് സപ്പോർട്ട് ചെയ്തത്. എന്നും മുതലാളി അവനിക്കാണ് സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഇവർക്ക് ശിവയോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു. മുതലാളിക്ക് ഒരു കള്ള കാമുകിയുണ്ട്. അതിന് കൂട്ടായിട്ട് ഇവനും അയാളുടെ കൂടെ പോയി. മുതലാളി അകത്തേക്ക് പോയി. ഇവൻ കാവൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു ശബ്ദം. അവൻ എന്താണെന്ന് നോക്കുന്നു. അപ്പോൾ പെട്ടെന്ന്
അവൻ പേടിച്ചു ഓടി. പിറ്റേ ദിവസമാണെങ്കിൽ അവൻ അതിൽ പനിയും വന്നു. പിറ്റേ ദിവസം ഫോറസ്റ്റ് ഓഫീസർ ആ നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ ശിവ അവർക്ക് നേരെ തോക്ക് ചൂണ്ടി വെറുതെ കളിപ്പിക്കാനായിട്ട് ആ ഓഫീസറിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞിട്ട് ശിവ മരം വെട്ടലും വേട്ടയാടലും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ആ ഫോറസ്റ്റ് ഓഫീസർ ആ നാട്ടുകാരെ പിടിച്ച് വോൺ ചെയ്യുന്നു, ഇനി കാട്ടിൽ കയറി വേട്ടയാടാനോ മരം വെട്ടാനോ പാടില്ല എന്നൊക്കെ. പക്ഷെ ശിവ അതൊന്നും കേൾക്കാതെ അവരെ അപമാനിച്ച് പറഞ്ഞയച്ചു. പിറ്റേ ദിവസം ശിവയും അവന്റെ കൂട്ടുകാരും വലിയൊരു മരം വെട്ടുകയാണ്. അപ്പോൾ ആ മുതലാളിയുടെ കൂടെയുള്ള ഇവനും ആ ഫോറസ്റ്റ് ഓഫീസറും ഇരുന്ന് വെള്ളമടിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, സാർ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, എനിക്ക് ആ മരത്തിന്റെ ടെൻഡർ എടുത്തു തന്നാൽ ശിവനെ ഞാൻ നിങ്ങൾക്ക് പിടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഇയാൾ ആ ഓഫീസറെയും കൂട്ടിയിട്ട് ശിവ എവിടെയാണോ അവിടേക്ക് പോകുന്നു. ജീപ്പിന്റെ സൗണ്ട് കേട്ടതും പകുതി മരം വെട്ടിയതോടെ അവരൊക്കെ പതുങ്ങി. അവര് വരാൻ നേരത്ത് ആ മരം കറക്റ്റ് ആ ജീപ്പിലേക്ക് തന്നെ മറിഞ്ഞു. ഇവൻ നേരെ മുതലാളിയോട് വന്ന് കാര്യം പറഞ്ഞു, അവരെല്ലാവരും മരിച്ചുവെന്ന്. മുതലാളി അവനെ ചീത്ത പറഞ്ഞിട്ട് നീ കാട്ടിൽ തന്നെ ആയിരിക്കും ഞാൻ പറയുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. നാട്ടിലും കാട്ടിലും ഇവനെ പോലീസ് അന്വേഷിക്കുകയാണ്. പിന്നീട് നാട്ടിലേക്കൊന്ന് ഇറങ്ങി അന്വേഷിച്ചപ്പോൾ അവരാരും മരിച്ചിട്ടില്ല എന്നാണ് അറിഞ്ഞത്. നാട്ടിലിറങ്ങിയത് പോലീസുകാർ കണ്ടതും അവരെ വീണ്ടും തുരത്തി. അവരങ്ങനെ കാട്ടിൽ പോയി പതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു കൊലുസ് സൗണ്ട് കേൾക്കുന്നു. പക്ഷെ വന്നത് വേറെ ആരുമല്ല, ലീലയായിരുന്നു. അവൾ ഇവരെ പിടിക്കാൻ വന്നതാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവൾ വന്നത് ഇവർക്ക് ഭക്ഷണം കൊടുക്കാനായിരുന്നു. ശേഷം അവൾ അവിടെ നിന്നും പോയി. ഇവൻ അവളെ കാണാനായിട്ട് നാട്ടിലേക്ക് പോയി. എന്നിട്ട് അവർ രണ്ടുപേരും ആ മരത്തിന് മേലെയുള്ള ആ വീടില്ലേ അവിടെ ഒന്നായിട്ടിരുന്നു. എന്നിട്ട് രാവിലെ അവിടെ നിന്നും ഇറങ്ങി പോവാൻ നേരത്ത് ഫോറസ്റ്റ് ഓഫീസർ എല്ലാവരും അവരെ വളഞ്ഞു. അങ്ങനെ അവനെ ജയിലിൽ കൊണ്ടിട്ടു. അകത്ത് വന്നപ്പോഴാണ് അറിഞ്ഞത് അവരുടെ കൂടെയുള്ളവരെല്ലാവരും മുന്നേ പെട്ടുവെന്ന്. അങ്ങനെ എല്ലാവരും ജയിലിലായി. രാത്രി ഉറങ്ങുമ്പോൾ ഗുരുവയ്ക്ക് എന്തോ അനർത്ഥം സംഭവിക്കുന്ന പോലെ തോന്നി. അവൻ അപ്പം തന്നെ മുതലാളിയെ വിളിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്ത് ശരിയാക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഗുരുവ നടന്നു പോകുമ്പോൾ അതുവഴി വന്ന മുതലാളി, ബാ ഞാൻ നിന്നെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് ജീപ്പിൽ കയറ്റി കൂട്ടിയിട്ട് പോയി. എന്നിട്ട് എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാന്, എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ കാണുന്ന സ്ഥലത്തിൽ ഒരു 5 ഏക്കർ സ്ഥലം നിനക്ക് തരാമെന്ന് മുതലാളി ഇവനോട് പറഞ്ഞു. പക്ഷെ ഗുരുവയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ശേഷം അന്ന് രാത്രി ആരോ ഒരാൾ ജീപ്പിൽ വന്ന് അവരുടെ ആ സ്ഥലത്ത് ഒരു ഡെഡ് ബോഡിയെ ഇട്ടിട്ട് പോയി. എല്ലാവരും വന്ന് നോക്കുമ്പോഴാണ് അറിഞ്ഞത് അത് ഗുരുവ ആണെന്ന്. ശിവ ജയിലിൽ കിടന്നുറങ്ങുമ്പോൾ അപ്പുറത്ത് ആരോ കരയുന്ന പോലെ സൗണ്ട് കേൾക്കുന്നു. എന്താണെന്ന് നോക്കാൻ പോയപ്പോൾ അവൻ പെട്ടെന്ന് പേടിച്ചു. അടുത്ത ദിവസം ഇവരെല്ലാവരും ഇവനെ ജയിലിൽ കാണാൻ വന്നിരുന്നു. ഗുരുവ മരിച്ച കാര്യം ഇവനോട് പറഞ്ഞു. അത് കേട്ടതും ഇവന് ആ വിഷമം സഹിക്കാനായില്ല, അകത്തേക്ക് പോയി. ഇവിടെ ഓഫീസേഴ്സ് പറയുന്നു, കാടിനെ റിസർവ് ഫോറസ്റ്റ് ആക്കുന്നത് അത്ര എളുപ്പമല്ല, ജനങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിരിക്കുമെന്ന് പറയുന്നു. ജനങ്ങൾ കോർട്ട് മൂലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് റിപ്ലൈ അയച്ചിരിക്കുന്നു. പക്ഷെ ആ ലെറ്റർ കണ്ടത് ഓഫീസർ ഷോക്കായി. ആ സ്ഥലത്തിന്റെ ഉടമസ്ഥനായ ജനങ്ങൾക്കേ അയക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ മുതലാളി അയച്ചിരിക്കുന്നു. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ എല്ലാ ഡോക്യുമെന്റ്സും അയാളുടെ പേരിലേക്ക് ആയിരിക്കുന്നു. ഇവർ രാത്രി അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നു. ഓഫീസർ ഇദ്ദേഹത്തോട് പറയുന്നു, ഓരോ പ്രാവശ്യം സർവേ എടുക്കുമ്പോഴും 20 ഏക്കർ വെച്ച് അയാളുടെ പേരിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന്. അപ്പോൾ അവിടെയുള്ള ഒരുത്തൻ മെല്ലെ ആ മുതലാളിക്ക് വിളിച്ച് റിങ് ചെയ്ത് വെച്ചു, ഇവരെന്താണ് പറയുന്നതെന്ന് കേൾക്കാനായിട്ട്. ഓഫീസർ പറയുന്നു, റിസർവ് ഫോറസ്റ്റിന്റെ ഇത് മാത്രം പാസ്സായാൽ അയാളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ വെറും പേപ്പർ മാത്രമാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടിരുന്ന മുതലാളി ശിവാനെ പെട്ടെന്ന് ബെയിലിൽ ഇറക്കാൻ പറയുന്നു. ഇവിടെ മുതലാളി തന്റെ വയ്യാത്ത പയ്യനോട് പറയുന്നു, ഗുരുവാവും മുതലാളിയും വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നിന്റെ മേലെ വന്നു പോയതിന് ശേഷം ഞാൻ പറയുന്ന പോലെ നീ പറയണം, അതായത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം എനിക്ക് തരാൻ പറയണം എന്ന് പറയുന്നു. പക്ഷെ ഗുരുവ ഇതിന് സമ്മതിച്ചില്ല. അതിനാണ് ഇവനെ കുത്തിക്കൊന്നത്. ശിവ ജയിലിൽ നിന്നും പുറത്തേക്ക് വന്നു. പുറത്തു വന്നത് മുതലാളിയുടെ ആൾക്കാർ മുതലാളി നിന്നെ വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ അവന്റെ അമ്മ നീ എങ്ങും പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കാതെ അങ്ങോട്ട് തന്നെ പോന്നു. മുതലാളി ശിവയെ കണ്ടതും നീ വന്നത് ആഘോഷിക്കാമെന്ന് പറഞ്ഞ് അവന് പാർട്ടിയൊക്കെ കൊടുക്കുന്നു. മുതലാളി അവനോട് പറയുന്നു, ഗുരുവാനെ കൊന്നത് ആ ഫോറസ്റ്റ് ഓഫീസർ ആണെന്ന് മൂപ്പിക്കുന്നു. ഇത് കേട്ടതും അവൻ ഫോറസ്റ്റ് ഓഫീസറെ കൊല്ലാനായിട്ട് പോകുന്നു. എന്നിട്ട് ഇവന്റെ പിന്നാലെ തന്നെ ആ മുതലാളി ആൾക്കാരെയും അയക്കുന്നു. ശിവ നേരെ ആദ്യം പോയത് ആ മാധവിന്റെ കടയിൽ പോയി ബോധകേറ്റാനാണ്. അപ്പോഴാണ് അയാൾ ഇവനോട് ഒരു കാര്യം പറയുന്നത്, മുതലാളി പോകുമ്പോൾ ഗുരുവ കൂടെ ഉണ്ടായിരുന്നു, തിരിച്ചു വരുമ്പോൾ ഒറ്റയ്ക്കായിരുന്നു എന്ന്. ഇതെല്ലാം മുതലാളിയുടെ ആൾക്കാരും കേട്ടു. അപ്പൊ തന്നെ അവനെ വെട്ടാനായിട്ട് പോകുന്നു. അവിടെ വലിയൊരു ഫൈറ്റ് നടക്കുന്നു. പക്ഷെ ശിവ എല്ലാരെയും അടിച്ചു ഓടിച്ചു. മുതലാളിയുടെ ആൾക്കാർ ഇവനെ കൊല്ലാൻ വന്നപ്പോ തന്നെ ഇവൻ തീരുമാനിച്ചു ഗുരുവാനെ കൊന്നത് മുതലാളിയാണെന്ന്. ശേഷം ഇവൻ നേരെ മുതലാളിയുടെ വീട്ടിൽ പോയി അയാളുടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അറിയാത്ത പോലെ സംസാരിച്ചു. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോയി. അപ്പൊ തന്നെ മുതലാളിക്ക് മനസ്സിലായി. അവൻ ബൈക്കിൽ പോകുമ്പോൾ പെട്ടെന്ന് അവൻ ബൈക്കിൽ നിന്ന് വീണു. അവൻ സ്വപ്നത്തിൽ കണ്ട ആ പന്നി വീണ്ടും മുൻപിൽ വന്നു. ആ താഴെ കടന്ന് തീപ്പന്തം എടുത്ത് ആ പന്നിയെ തുരത്തിക്കൊണ്ടുപോയി. നേരെ പോയി നിന്നത് അവന്റെ അച്ഛൻ മറഞ്ഞ ആ സ്ഥലത്ത്. ഇവിടെ ഫോറസ്റ്റ് ഓഫീസറും ജനങ്ങളെല്ലാവരും ഉണ്ട്. എല്ലാവർക്കും മുതലാളി പറ്റിച്ച കാര്യം മനസ്സിലായി. അപ്പോഴാണ് ശിവ വരുന്നത്. എല്ലാവരും മുതലാളി നമ്മളെ പറ്റിച്ചു എന്ന് ശിവയോട് പറയുന്നു. പക്ഷെ ശിവ പറയുന്നു, അത് മാത്രമല്ല ഗുരുവാനെ കൊന്നതും അയാൾ തന്നെയാണെന്ന്. അങ്ങനെ മുതലാളി കുറെ ആൾക്കാരുമായിട്ട് അവരെ അവിടെ നിന്ന് ഓട്ടിച്ചു വിടാൻ പുറപ്പെടുന്നു. അങ്ങനെ 2 ടീമും നല്ല അടിയായിരുന്നു. അതിന്റെ ഒടുവിൽ ശിവ
ശിവാനെ ഇയാൾ കഴുത്ത് നിറച്ചു കൊന്നു. എല്ലാരും ഇവൻ മരിച്ചു എന്നോർത്ത് കരയുകയാണ്. അപ്പോഴാണ് കുലിക എന്ന ദൈവം ഇവന്റെ മേലെ വന്ന് ശത്രുക്കളായ എല്ലാവരെയും കൊന്നു. ഈ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ കുലിക എന്ന ദൈവമാണ് ഇവരെ വന്ന് രക്ഷിക്കുന്നത്. അങ്ങനെ അവസാനം ശിവ ആ ഒരു വേഷം കെട്ടി ആടുന്നു. അപ്പോൾ കാടിനുള്ളിൽ എന്തോ ഒരു സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞ് തീപ്പന്തവും എടുത്തിട്ട് ഓടി. അപ്പോൾ ആ ഒരു മെയിൻ സ്ഥലത്ത് എത്തിയതും ചെറുപ്പത്തിൽ മറഞ്ഞുപോയ അവന്റെ അച്ഛനെയും കണ്ടു. അവസാനം രണ്ടുപേരും മറഞ്ഞുപോയി. അങ്ങനെ മൂവി അവസാനിക്കുന്നു. ഇതുപോലുള്ള മൂവികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.